പൊന്നു മോളെ, അള്ളാഹു നിന്നെ വെറുതെ വിടുകയില്ല മോളെ. വാപ്പായെ വഞ്ചിച്ചതിന്റെ പേരിൽ, ഉമ്മയെ വഞ്ചിച്ചതിന്റെ പേരിൽ, ഈ ഇസ്ലാമിക ആദർശം പണയപ്പെടുത്തിയതിന്റെ പേരിൽ, ഈ ആയിരക്കണക്കായ മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്തിയതിന്റെ പേരിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചീഞ്ഞഴുകിയവളായി ഈ ദുനിയാവിൽ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ അള്ളാഹു നിന്നെ ആഖിറത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. ആഖിറത്തിലെത്തിയാലോ മക്തൂബൻ ബൈന ഐനൈഹാ ആസിയത്തം മിൻ റഹ്മത്തില്ലാ, നാളെ നിന്റെ നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തപ്പെടും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിഷിദ്ധമാക്കപ്പെട്ടവളാണ്, വിദൂരമാക്കപ്പെട്ടവളാണ്. നാളെ അങ്ങനെയാണ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്ന് ലോകത്തിന്റെ മുത്തു പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ മറികടന്നുകൊണ്ടല്ലേ എന്റെ മുസ്ലിം പെണ്ണേ നീ അന്യ മതക്കാരനോടൊപ്പം ഒളിച്ചോടുന്നത്? ഒരു 10 മിനിറ്റ് സമയം ഒളിച്ചോടുന്നതിന് മുമ്പ് ഇരുന്നൊന്ന് ചിന്തിച്ചിട്ട് ചാടിക്കോ. അല്ലാഹുവേ, എൻ്റെ ഉപ്പയെ വഞ്ചിച്ചിട്ട് ഞാൻ പോയാൽ, എൻ്റെ ഉമ്മയെ വഞ്ചിച്ചിട്ട് ഞാൻ പോയാൽ, എൻ്റെ ആങ്ങളമാരെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ കുഞ്ഞനുജത്തിയെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ മഹല്ല് നിവാസികളെ ഞാൻ വഞ്ചിച്ചിട്ട് പോയാൽ, മദ്രസയിൽ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന എൻ്റെ ഉസ്താദന്മാരെ വഞ്ചിച്ചിട്ട് പോയാൽ എൻ്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും അല്ലാ? എനിക്കത് നഷ്ടമായിരിക്കും അല്ലാ. ഇല്ല പടച്ചവനേ, ഇല്ല പടച്ചവനേ, വേണ്ട അല്ലാ, എൻ്റെ അവിവേകം നീ പുറത്തുതാ പടച്ചവനെ, എൻ്റെ അതിബുദ്ധി നീ മാപ്പാക്കണേ പടച്ചവനെ. സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ അരികിലേക്ക് വന്ന് കാലിൽ വീണ് മാപ്പ് ചോദിക്കടി പെണ്ണേ, എങ്കിൽ അല്ലാഹു നിനക്ക് മഗ്ഫിറത്ത് ചെയ്യും. ഇല്ലെങ്കിൽ നിന്റെ തലയിൽ തീയാണ് വീഴുന്നത്. അത് ദുനിയാവിൽ വെച്ച് അനുഭവിച്ചിട്ടേ നീ മരിക്കുകയുള്ളൂ, യാതൊരു സംശയവുമില്ല. മാതാപിതാക്കളെ മാത്രമല്ല, ഇസ്ലാമിനെ കൂടിയാണ് നീ വഞ്ചിക്കുന്നതെന്ന് ആര്യ ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ വരിയിൽ കൈവച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, സ്വർഗത്തിലെ രണ്ടാമത്തെ പെണ്ണ് ആസിയത്തു ബിന്തു മുസാഹിം ഇംറഅത്തു ഫിറഔൻ, ഫിറഔനിന്റെ ഭാര്യയായ മുസാഹിമിന്റെ മകളായ ആസിയ ബീവി സ്വർഗത്തിലാണ്. ആ ഒരു പദവി വേണോ? ആ ഒരു പദവി വേണോ? നീ കെട്ടിക്കാൻ പ്രായമായോ? നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ? പിടിച്ചിരിക്കാൻ കഴിയുന്നില്ലേ? ആക്രാന്തം മൂത്തോ? വാപ്പയോട് പറ എന്നെ കെട്ടിച്ചുവിടാൻ പറ. നടക്കുന്നില്ലേ? സംഘാടകരോട് പറ എന്റെ വാപ്പാക്ക് എന്നെ കെട്ടിച്ചുവിടാൻ കഴിയുമൊന്നുമില്ല, എനിക്ക് എന്നെ കല്യാണം കഴിപ്പിക്കണം, എനിക്ക് 18 വയസ്സായി, ഞാൻ തെറ്റിലേക്ക് പോകും ഉറപ്പാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? വന്ന് പറ. ഇൻഷാ അല്ലാഹ് അവർ ഏറ്റെടുക്കും, തീർച്ചയായിട്ടും ഏറ്റെടുക്കും. സമ്പത്തില്ല എന്നതിന്റെ പേരിൽ നീ ഒളിച്ചോടണ്ട. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം 72ഓളം പെണ്ണുങ്ങളെ ഈ മണ്ണിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചത്. ഒരു വലിയ ഭാഗ്യമാണ്. ഈ വർഷത്തെ കൂടെ ചേർത്തിട്ട് ഒരു വലിയ ഭാഗ്യമല്ലേ? നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ അവരെ തയ്യാറായി വരുമ്പോൾ എന്തിനാണ് ഈ ആദർശത്തെ പണയപ്പെടുത്തുന്നത്? എന്തിന്റെ പേരിലാണ്? അതുകൊണ്ട് എന്ത് നേട്ടം? എന്ത് നേട്ടം? 2 തുള്ളി ഇന്ദ്രിയം, ആർക്കും വേണ്ടാത്ത ചീഞ്ഞഴിഞ്ഞ വാളെടുക്കുന്ന നാറ്റം പിടിക്കുന്ന സാധനം. ഇതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമത്തെ മുഴുവനും ചവിട്ടി തേച്ചിട്ട് ഈ മുസ്ലിം പെണ്ണൊളിച്ചോടി പോകുന്നത്. ഇപ്പോ ആർക്കൂടെ ഇഷ്ടം? ആസിയ ബീവിയെ നോക്കിയിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, നീ സ്വർഗത്തിലാണ്. സ്വർഗം കണ്ടിട്ട് മരിച്ചു. റോഹിംഗ്യയിലെ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യപ്പെട്ട് അറുത്തുമുറിച്ച് മീൻ മുറിക്കുന്ന പോലെ അറുത്തുമുറിച്ചിട്ട് പോലും അവരുടെ നാവിൽ നിന്ന് വന്ന് അള്ളാഹ് എന്നാണ്. അവർ പറഞ്ഞ വാക്ക്, നീ ബുദ്ധമതക്കാരനാവോ, ബുദ്ധമതക്കാരിയാവോ? ഇല്ല, അല്ലാ അല്ലാ അല്ലാ, അതല്ലാതെ അവർക്കൊന്നും പറയാറിയില്ല. ആ വാക്കോടുകൂടിയാണ് അവർ മരിച്ചത്. തീർച്ച നാളെ ആസിയ ബീവിയുടെ പോലെ സ്വർഗത്തിലാണ്, യാതൊരു സംശയമില്ല. ആ ആദർശം പോലെ നിനക്കില്ലാതെ പോയല്ലോ. എന്നാ പണ്ടാരെ ഒളിച്ചോടി പോയ മുസ്ലിം ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോകും. ഇത് നല്ല നല്ല സുന്ദരി പെണ്ണുങ്ങൾ ഒളിച്ചോടി പോകുന്ന തുരുമ്പ് പിടിച്ച മൽകാട് പിടിച്ചവന്മാരെ പോലുള്ള സാധനം. ഒരു കാശിന് കാണാൻ കൊള്ളൂല്ലപ്പ ഈ സാധനങ്ങളൊക്കെ. അവിടെയും തള്ളി ഇവിടെയും തള്ളി കണ്ണും തള്ളി അവിടേക്ക് ഈ സാധനത്തിനെ കണ്ടാൽ തന്നെ എന്തിഷാറാവോ പോലും ഇല്ല. ഇതിൻ്റെ കൂടെ ഈ ഒളിച്ചോടി പോകണൊക്കെ ഇവിടെ എന്ത് കണ്ടിട്ടായി പോകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ സംഭവം. പഠിച്ചതന്നെ ഇത് നല്ല സാധനങ്ങളുടെ കൂടെ എത്രയോ നല്ലവന്മാരുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ നല്ല കുണ്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അമ്മമാരുടെ കൂടെ പോകില്ല, അവരോടെ പോവാതെ ഈ പിന്നെ സാധനത്തിൻ്റെ കൂടെ കുളിച്ചു. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന മൊത്തം അങ്ങനെ തന്നെ ഇല്ല ഉസ്താദേ, ഫോട്ടോയിൽ കാണുന്ന എല്ലാം അങ്ങനെ തന്നെയാ. എന്താ ഇതിനകത്ത് ഇത്ര വല്ല ടേസ്റ്റ് ഇരിക്കുന്ന? ഒരു പെണ്ണായിരുന്നെങ്കിൽ ഒന്ന് രുചി നോക്കാറുണ്ട് എന്താ സംഭവം എന്നുള്ളത്. ഇതിനും വേണ്ടി എന്താ ഇത്രയും സാധനം എന്നറിയില്ല. ഇസ്ലാമിനെ നാണം കെടുത്തി, ആലിമീങ്ങളെ നാണം കെടുത്തി, ദീനിനെ നാണം കെടുത്തി, ഉമ്മയെ കോടതിയിൽ പോയിട്ട് പറയുക, എൻ്റെ ഉപ്പയോട് പോകണോ ശശിയോട് കൂടി പോകണോ? ഓ എനിക്ക് ശശിയോട് കൂടെ പോയാൽ മതി. നീ ശശിയാവും എത്രയും പെട്ടെന്ന്, നീ ശശിയാവും, താമസം പിന്നെ നീ ശശിയാവും അല്ലേ?
ഉപ്പയും വേണ്ട ഉമ്മയും വേണ്ട. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ കാര്യമല്ലേ? ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമാകാതെ ഈ ലോകം അസ്തമിക്കുകയേ ഇല്ല. ലാ തഖൂമുസ്സാ ഹത്താ തൽഹിഖ ഫിആമും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വിഭാഗം മുശ്രിക്കീങ്ങളാവാതെ ലോകം അസ്തമിക്കുകയില്ല. മറ്റൊരു റിവായത്തിൽ കാണാം, ഹത്താ തഅബുദ നിസാ ഉമ്മതി അൽ ഔസാൻ ഔ കമാ ഖാല അലൈഹി സലാം അൽയാത നിസാ ഉമ്മതി അൽ ഔസാൻ. എന്റെ ഉമ്മത്തികളായ സഹോദരിമാർ പെണ്ണുങ്ങളുടെ പൃഷ്ഠഭാഗം ബിംബത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ആശയം മനസ്സിലായില്ല? ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മുസ്ലിം പെൺകുട്ടികൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് മറ്റേൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് വരച്ചിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വാപ്പ കഴിച്ചു കൊടുക്കും, പിന്നെ ഉമ്മ കഴിച്ചു കൊടുക്കും. ശൈത്താൻ, നീ മാരകമായ രോഗം പിടിച്ച് ചാവുള്ളൂ ഇൻഷാ അല്ലാഹ്, യാതൊരു സംശയമില്ല. അഴുകും കിടന്ന് പുഴുവരിക്കും. അവന്മാർ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തുകൊണ്ട് റെയിൽവേ ട്രാക്ക് ഇടും. പട്ടി കടിച്ച് കീറും, നിന്നെ പട്ടി കടിച്ച് കീറും. അതിലേ കൂടെ വാപ്പ പോയാൽ പോലും തുപ്പിക്കളയും. നിന്നെ എനിക്ക് വേണ്ട, വാപ്പ പോലും തുപ്പിക്കളയും. മയ്യത്ത് സ്കരിക്കാൻ ഭാഗ്യമില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ ഭാഗ്യമില്ല, മയ്യത്ത് പൊതിയാൻ ഭാഗ്യമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു മഗ്ഫിർ ലഹാ, പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് പറയാൻ ഒരു മനുഷ്യൻ ഈ ഭൂലോകത്തുണ്ടാവുകയില്ല. പന്നിയേക്കാൾ നികൃഷ്ടയായിട്ട് ചാവും. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. സമയായോ? 11:30 ഇനി എത്ര മണിയാ? സുബഹി വരെ ഉണ്ടോ സമയം? കൊള്ള, നല്ല ആൾക്കാർ തന്നെ. 2 വരെയായി, 2 വര. അപ്പം 2ാമത്തെ വര മനസ്സിലായില്ലേ? ഇനി ആരെങ്കിലുമൊക്കെ ഒളിച്ചോടാൻ നിയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഒളിച്ചോടിക്കോ കേട്ടോ. ഇത് മനസ്സിലാക്കിയിട്ട് ഒളിച്ചോടിക്കോ ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ ഒളിച്ചോടുന്ന പെണ്ണുങ്ങൾക്ക് നല്ല ദുആ ഇറക്കുന്നുണ്ട്. എന്തിനാ അറിയാമോ? ഒന്നീ ഇസ്ലാമിലേക്ക് ഇല്ലെങ്കിൽ നീ പുഴുത്ത് ചാവും, ഉറപ്പാ, യാതൊരു സംശയമില്ല. എന്തേ ഉറപ്പ് തന്നെയല്ല. കാരണം നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മുടെ ഈ ഉമ്മത്ത് എന്ത് കണ്ടിട്ടായി ഒളിച്ചോടുന്നേ, എന്ത് കണ്ടേ ഒളിച്ചോടുന്നത് മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നല്ല പൂവമ്പഴം പോലുള്ള സാധനങ്ങളായി പോകുന്നത്. ഇവിടെ പ്രസംഗിച്ച് ഖുർആനും തീർന്ന് ഹദീസും തീർന്നു, ഇനിയൊന്നും പ്രസംഗിക്കാനില്ല. എന്നിട്ട് ഓട്ടത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഞാൻ മാഹിയിൽ ഇപ്പോൾ അടുത്ത ആഴ്ച പ്രസംഗിക്കാൻ പോകാം. മാഹി തലശ്ശേരി, അവിടെയാണ് ഉള്ളത്. 5 എണ്ണം അവിടുന്ന് ഒളിച്ചോടിയെന്ന്. ഇനി 7 എണ്ണം കട്ടപ്പുറത്തിരിക്കുക ചാടാൻ വേണ്ടിയിട്ട്. എന്നെ വാതിന് വിളിച്ചേക്കുകയാണ്, ഉസ്താദ് എങ്ങനെയെങ്കിലും ദയവ് ചെയ്ത് എന്നെ ഇപ്പുറത്തോട്ടാക്കി തരും. എന്താ സംഭവം? നമ്മുടെ കൂടെ അങ്ങനെ ഒളിച്ചോടും? അതുമില്ല. നമ്മളോട് അവരില്ലല്ലോ സംഭവം. നമ്മളെ കണ്ട ഭയങ്കര അതബ് മര്യാദ എല്ലാം മൂടിങ്ങാണ്, പൂത നടക്കുന്ന പോലെ. മറ്റേൻ്റെ മുന്നിൽ അവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഒന്നുമില്ല, എല്ലാം തുറന്ന്. ഇതെന്താ ഞങ്ങൾ മലക്ക? അവന് മനുഷ്യരാ? നമ്മൾ മലക്കള? അള്ളാഹ് നമ്മളെ സഹായിക്കാൻ ചെയ്യുന്ന പണിയാണ്. ഇവളെങ്ങാനും കണ്ട് നമ്മൾ ഇനി ലൈനടിച്ച് അടങ്ങാറാവാതിരിക്കാൻ വേണ്ടി നമ്മളെ കാണിക്കുമ്പോൾ മലക്ക് ഓടി വന്നിട്ട് അവളെ കൊണ്ടെല്ലാം അങ്ങ് മൂടിക്കും. അപ്പം നമ്മളും മിണ്ടാടക, നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അല്ല നമ്മുടെ മുന്നിലെങ്ങാനും ജിമിക്ക് പറഞ്ഞിങ്ങനെ വന്നാ നമ്മൾ തീർന്നു. മൊയിലാര നിസ്കാരവും പോയി ഇബാദത്തും പോയി അള്ളാഹു അക്ബർ കൈകെട്ടിയാൽ പിന്നെ ജിമിക്ക് തന്നെയുള്ള ഓർമ്മ വരുള്ളൂ. കാരണം ഈ സാധനം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ ചിന്ത പോകില്ല. അത് അങ്ങനത്തെ ഒരു സാധനമാണ്. ഖുർആൻ്റെ ഒരു ആയത്ത് പറഞ്ഞാൽ പെട്ടെന്ന് മറക്കും. ഈ ഒരു സാധനത്തെ കണ്ട 9 വർഷമായാലും മറക്കൂല സംഭവം. ഇല്ല അബീവേ, ആന്ന് പറയാൻ പറ്റൂലല്ലോ ഉസ്താദിന്. അതേന്ന് പറയാൻ പറ്റൂല, അതാണ് സംഭവം. അൽഹംദുലില്ലാഹ്. അപ്പൊ 2ാമത്തെ വരയിൽ കൈവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒളിച്ചോടുന്നവരുണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാ സ്ഥലത്തും ഉള്ളത് കൊണ്ട് പറഞ്ഞത് കേട്ടോ. ഇവിടെയും കാണാതിരിക്കൊന്നുമില്ല. എന്തായാലും ഈ വിരുവിരുത്ത സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം. അതുകൊണ്ട് മനസ്സിലാക്കിയ കൊള്ളാം. വാളിന് വരുന്നത് കിളവിമാരപ്പ വാളിന് വരുന്നത്. ചെറുപ്പക്കാരികൾ എവിടെ വാളിന് വരുന്നത്? എവിടെ വാളിന് വരുന്നത്? ചില ചെറുപ്പക്കാരികൾ കിളവികളാണ് വരുന്നത്. ഇവരിനി എന്ത് വാള് വെക്കാൻ വയസ്സാം കാലത്ത്? അവർ തസ്ബീഹ് ചൊല്ലി പുരക്കിരിക്കാനല്ലേ, വീട്ടിരിക്കല്ലേ. ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും വാളിന് വരണം. എവിടെ വരുന്നു? ഇന്ന് പോകുമ്പോൾ നോക്ക് എത്ര പേരുണ്ടെന്ന്. 4-5 മക്കളുള്ള തള്ളയായിരിക്കും, അല്ലെങ്കിൽ 3 മക്കൾ, അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കും. അല്ലാതെ ചെറുപ്പക്കാരികൾ എത്ര പേരുണ്ട്? 7%, 8% കാണുള്ളൂ. അല്ല ഇപ്പം ചാറ്റിങ്ങില്ല പുരയിൽ വീട്ടിലിരുന്നിട്ട്. ആ പെണ്ണെ നമുക്ക് വാളിന് പോകുന്ന വിളിച്ചാൽ പരീക്ഷ ഉമ്മയ്ക്ക് അറിയില്ല പരീക്ഷ എന്നുള്ള കാര്യം. ടെസ്റ്റൊക്കെ നടക്കാൻ ഒരുപാട് പഠിക്കാനുണ്ട്. മൊയിലിയാർ 10-12 മണി എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ഉറക്കൊഴിക്കാൻ. പിന്നെ തോറ്റിട്ട് വന്ന് എന്നെ ഇങ്ങനെയൊന്നും പറയരുത്.
ഇടയ്ക്ക് ഉമ്മ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയി വീട്ടിലൊന്ന് പോയി നോക്ക്. അവളിപ്പോൾ ഏത് ടെസ്റ്റ് നടത്തുന്നതെന്ന് അറിയാം. വിനോലിൻ വെച്ചിട്ട് ടെസ്റ്റ് നടത്തുമായിരിക്കും. ഏത് ടെസ്റ്റ് നടത്തുന്നുള്ളതേ അന്നേരം അറിയാം. നെഗറ്റീവ് വന്ന് പോസിറ്റീവ് വന്ന് ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുക. വാതിന് വരുവാന്ന് എൻ്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വരണം. ഇല്ലെങ്കിൽ നിങ്ങൾ വാതിൽ കേൾക്കണ്ട, വല്ലാഹി സത്യം കേൾക്കണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി. ലൈവ് നാളെ മുതൽ കാണാം. ഇന്ന് ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കട്ടാക്കിച്ചത്. ഇതൊക്കെ ഇനി വല്ലവരും കേട്ടിട്ട് എന്നെ എങ്ങാണ് ഹൽക്ക് പിടിച്ച് ഞങ്ങൾ വല്ലതും വരുമോ? എനിക്കെന്നെ പ്രശ്നമൊന്നുമില്ല. അള്ളാഹ് എന്നെ വലിയ അള്ളാഹു നസൽക്കത്തോട് ഞാൻ എല്ലായിടത്തും ഇത് പറയും. നമ്മുടെ സമുദായത്തിൻ്റെ കാര്യം പറയണ്ടേ? പിന്നെ ആരാ പറയത്? നമ്മളല്ലേ പറയണ്ടേ? നമ്മൾ പറയണമല്ലോ ഇത്. അല്ലാഹ് പടച്ചവനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആരോട് ചെറുപ്പക്കാരൻ പോയി ചോദിച്ചു പോലും, നിങ്ങൾക്ക് ഈ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾ അടിച്ചു മാറ്റും, ഞങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങൾ അടിച്ചു മാറ്റുമോ? അത് കാണാൻ വല്ലതും കൊള്ളുന്ന സൈസ് വേണ്ടേ അടിച്ചു മാറ്റാൻ? നമ്മളിവിടെ അടിച്ചു മാറ്റി നമ്മൾ ഉള്ള ഇതും കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനൊക്കെ നമ്മളിവിടെ കൊണ്ടിട്ട് അടിച്ചു മാറ്റാൻ ആകപ്പാട് കൊള്ളാവുന്ന സാധനത്തിന് അമേരിക്കയിലും ഫ്രഞ്ചിലും കയറ്റി വിട്ടിരിക്കുക. ഈ ബാക്കിയുള്ള സാധനമൊക്കെ ഇവിടെ ഉള്ളത്. ഹയർ എന്തുവാകട്ടെ. എന്തായാലും ബഹുമാനമുള്ള സഹോദരിമാരെ, നമ്മുടെ പരിശുദ്ധമായ ശരീഅത്താണ്. നല്ലപോലെ മനസ്സിലായിക്കോ. നമുക്ക് അള്ളാഹു ചെയ്ത വലിയ നിഅമത്ത് നമ്മൾ മുസ്ലിമുകളായി. അൽഹംദുലില്ലാഹ്. ഓരോ മതക്കാർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിച്ചു. നമ്മളതൊന്നും പറയുന്നില്ല, നമ്മൾ അവരെ കുറ്റമൊന്നും പറയില്ല, ഒരിക്കലും കുറ്റം പറയല്ല. മുസ്ലിം പെണ്ണിനെ ഹിന്ദു പെണ്ണിനെ ഒരു മുസ്ലിമാണ് സ്നേഹിച്ചെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ. ഇപ്പോൾ ചുട്ടുപോകുന്നുണ്ടോ ഒരുത്തനെ രാജസ്ഥാനിൽ പ്രേമിച്ചെന്നും പറഞ്ഞിട്ട്, അള്ളാഹു അല. അപ്പോൾ നമ്മുടെ എത്ര പെണ്ണുങ്ങൾ പോകുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്രേമവും മറ്റു കാര്യങ്ങളുമായിരിക്കും. എന്തുമാകട്ടെ, എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം സഹോദരിമാർ നമ്മൾ മുസ്ലിമീങ്ങളാണ്. അൽഹംദുലില്ലാഹ്. ആസിയ ബീവിയെ കണ്ടോ അള്ളാഹ് സഹായിച്ചത്? മാഷിത്ത ബീവിയെ കണ്ടോ അള്ളാഹ് സഹായിച്ചത്? അവരെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? സ്വർഗത്തിലാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പറയുകയല്ല, കണ്ടു, നേരെ കണ്ടു. ആസിയ ബീവിക്ക് വേറൊരു ശ്രേഷ്ഠത ഉണ്ട്, അറിയാമോ? എന്താ അറിയാം? പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ ഖദീജ റളിയല്ലാഹു തആല അന്ന ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഖദീജ ബീവി മരിക്കാൻ കിടക്കുകയാണ്. ദഖല അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഫിൽ മൗത്ത്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തിനോടടുത്ത സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോട് പറയുകയാണ്, യാ ഖദീജ ഇദാ ലഖീതി ലറായിറകി ഫഖറഈഹിന്ന അസ്സലാം മിന്നി അസ്സലാം. നീ എൻ്റെ തോഴിമാരെ സ്വർഗത്തിൽ കാണുമ്പോൾ എൻ്റെ സലാം നീ അവർക്ക് പറയണേ ഖദീജ. എൻ്റെ സലാം പറയണത് മരിക്കാറായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ഖദീജ ബീവിയോട് പറയാണ്, നീ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ സലാം നീ പറയണം എൻ്റെ തോഴിമാരോട്. ഉടനെ ഖദീജ ചോദിക്കുകയാണ്, ഹൽ തസവ്വജത ഖബ്ലി യാ റസൂലല്ലാഹ്, എനിക്ക് മുമ്പ് നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നോ യാ റസൂലല്ലാഹ്? എനിക്ക് മുമ്പ് നിങ്ങൾ കല്യാണം കഴിച്ചോ നബിയെ? ഞാനല്ലേ ആദ്യത്തെ ഭാര്യ, എനിക്ക് മുമ്പ് നിങ്ങൾ കല്യാണം കഴിച്ചോ? ഉടനെ നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ ഇല്ല ഖദീജ വലാകിൻ സവ്വജനി അല്ലാഹു ആസിയത ബിൻത മുസാഹിം വമറിയം ബിനത ഇമ്രാൻ വകുൽസുമ ഉഖ്ത മൂസ. നാളെ സ്വർഗത്തിൽ എനിക്ക് അല്ലാഹു വിവാഹം കഴിപ്പിച്ചു തരുന്ന 3 മഹദിമാരുണ്ട്. അല്ലാഹു അവരെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരും. ഖദീജ അതിലൊന്ന് ആസിയ ബീവിയെയാണ്. ഭാഗ്യം, ആസിയ ബീവിയെയാണ്. 2 മറിയം ബീവിയെയാണ്. 3 മൂസാ നബിയുടെ സഹോദരിയായ കുൽസുമിനെയാണ്. ഇവര് 3 പേരെയും എനിക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ വിവാഹം കഴിപ്പിച്ചു തരും ഖദീജ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം. തൃക്കല്യാണം എന്നൊക്കെ പറയാറുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ഇല്ലേ ഉസ്താദേ? പെണ്ണുങ്ങളൊക്കെ ദ്വാരക്കും, പണ്ടത്തെ ഉമ്മമ്മമാരൊക്കെ ദ്വാരക്കും, അല്ലാഹുവേ നബി തങ്ങളുടെ തൃക്കല്യാണം കാണാൻ തൗഫീഖ് തരണേ അല്ലാ എന്നൊക്കെ പറയാറില്ലേ ദ്വാരക്കുമ്പോൾ? ഇല്ലേ? തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഈ 3 പേരെ നബി തങ്ങൾ കല്യാണം അല്ലാഹു തആല കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ഈ 3 പിന്നെ മഹദിമാരെ. അതിൽ ആസിയ റളിയല്ലാഹു അൻഹ ഉണ്ട്, മറിയം ബീവി ഉണ്ട്,
കുൽസും ഉഖ്ത മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരിയെയും ഉണ്ട്. ഇനി അതൊക്കെ എന്തിനാണുള്ള ചരിത്രം, അത് വേറെ. നമ്മുടെ വിഷയം അതല്ലല്ലോ. കുടുംബജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേറെ എങ്ങോട്ടൊക്കെ പോയി സംഭവം. വണ്ടി നേരെ ചാവക്കാട്ടേക്ക് പോകേണ്ട വണ്ടി അഴീക്കോടേക്ക് തിരിഞ്ഞു. അതാണ് ഇപ്പോൾ പ്രശ്നം. ഇനി തിരിച്ച് ചാവക്കാട് ഹൈവേയിൽ കൊണ്ട് തിരിച്ച് കയറ്റണം. അപ്പം മൂന്നാമത്തെ വരയിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചിട്ട് പറഞ്ഞത്? മറിയം ഇബ്നത്ത് ഇമ്രാൻ, മറിയം ബീവി സ്വർഗത്തിലാണ്, മറിയം ബീവി സ്വർഗത്തിലാണ്. എന്താ കാരണം? അതൊക്കെ പഠിക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾ ആവശ്യമല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഒളിച്ചോടി പോകുന്ന സാധനം പോലെ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്നെങ്കിലും മനം മാറിയാൽ അത്രയായില്ലേ. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا. ബഹുമാനപ്പെട്ട ഖുർആൻ പറയുകയാണ്, മറിയം ബീവിയുടെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്. മറിയം ബീവിയുടെ സന്ദേശ നബിയെ അങ്ങ് അയവിറക്കണേ. എന്താണ് സംഭവം? മറിയം ബീവിയുടെ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, ജലരഹിതമായ ഒരു പ്രാന്തപ്രദേശത്ത് ഒരു കൂടാരമുണ്ടാക്കിയിട്ട് തനിച്ചു ഒറ്റയ്ക്കൊരു ചെറുപ്പക്കാരിയായ പെണ്ണ് താമസിക്കുകയാണ്. ഉണ്ടോ? ഒറ്റയ്ക്ക്, ആരില്ല. അവളെ മനസ്സിലാക്കണ്ടേ? അപ്പൊ ആരും വരും അവിടെ? ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണല്ലോ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടാവുക, തോന്നുക മനസ്സിൽ. അത് അള്ളാഹ് പഠിപ്പിക്കുകയാണ്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, ബഹുമാനപ്പെട്ട മറിയം ബീവി ഒറ്റയ്ക്ക് അവിടെ താമസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്ദരനായ പുരുഷന്റെ രൂപത്തിൽ, മനുഷ്യന്റെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയുടെ കൂടാരത്തിലേക്ക് നിയോഗിക്കുകയാണ്. ഫതമസ്സല ലഹാ ബശറൻ സവിയാ, ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ലൈനടിക്കാൻ വന്നു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മറിയം ബീവിക്ക് അറിയില്ല ജിബ്രീലാണെന്നുള്ള കാര്യം. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും, അങ്ങനല്ലേ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഒറ്റയ്ക്ക് സലാം പറഞ്ഞുകൊണ്ട് പോകുന്ന പോക്ക് കാണുമ്പോൾ ആ സലാമിൽ അറിയാം കാസറ്റ് വലിയുന്ന പോലൊരു വലിച്ചില്. മറിയം ബീവിയോട് സോപ്പിടാൻ വേണ്ടത് മറിയം ബീവി എടുത്ത വായിൽ പറഞ്ഞു, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുൻത തഖിയാ. മാറിപ്പോടാ, അല്ലാഹയെ പേടിക്കുന്നവരാണെങ്കിൽ എന്റെ മുന്നിൽ മാറിക്കണം. ഞാൻ അല്ലാഹയെ ഭയപ്പെടുന്നവളാണ്, അല്ലാഹുവെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. മാറ്. ആളിന്റെ സ്വഭാവമൊക്കെ മാറുന്നെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, ഞാൻ ദൂതനാണ്, ഞാൻ ദൂതുമായിട്ട് വന്നതാണ്. അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുട്ടിയെ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ദൂതനാണ്. നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ ഞാൻ നോക്കിയതാണ്. എനിക്കാണോ വലം യംസസ്നി ബഷർ വലമക്കു ബഗിയ, ഞാനൊരു പിഴച്ചോളുമല്ല, എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെ എനിക്കിനി ഒരു ആൺകുട്ടി ഉണ്ടാവുക? അതാണ് അള്ളാന്റെ തർത്തീബ്. അള്ളാന്റെ തർത്തീബ് അങ്ങനെയൊക്കെ തന്നെയാണ്. പടച്ചവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവൻ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മക്കളെ തരും, എങ്ങനെ വേണേലും തരും. അതാണ് അതിൻ്റെ രീതി അങ്ങനെയാണ്. എന്നിട്ട് ടെസ്റ്റ് ട്യൂബ് ശിശു, ആ ശിശു അവിടുന്ന് കുറച്ചെടുത്ത് അവൻ്റെ ഇന്ദ്രിയം കുറച്ച് ഇങ്ങോട്ടെടുത്ത് അവളുടെ ഇന്ദ്രിയം കുറച്ച് ഇങ്ങോട്ടെടുത്ത് രണ്ടും കൂടെ ഒരു ട്യൂബിനകത്താക്കി കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ഇട്ട് അത് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് 2 ദിവസം കൊണ്ട് അതിനകത്ത് കുറച്ച് പാലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 3-ാമത്തെ ദിവസം കുഞ്ഞായിട്ട് പുറത്തേക്ക് വരും. അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ പേര് ടെസ്റ്റ് ട്യൂബ്, കുഷ് ട്യൂബ് അതൊക്കെ പറയും. ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട മറിയം ബീവി ഒറ്റ ഊത്തിൽ വയറ് ഡ്രുമെന്നും പറഞ്ഞ് വീർക്കുകയും ചെയ്ത സംഭവം. കാറ്റ് കയറി വീർത്തല്ല കേട്ടോ, ഒരു ഊത്ത് ഊതിയപ്പോഴത്തേക്ക് ഗർഭിണിയായെന്ന് അർത്ഥം. ഒരു കാറ്റിലൂടെ മറിയം ബീവിക്ക് അല്ലാഹു തആല ജന്മം നൽകിയെങ്കിൽ ഖാല കദാലിക് ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ, ഇതൊക്കെ അള്ളാഹ്ക്ക് എളുപ്പമുള്ള കാര്യമാണ്. ഇതൊക്കെ അള്ളാഹ്ക്ക് എളുപ്പമുള്ള കാര്യമാണെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ മറിയം ബീവി ഓടിച്ചു വിട്ടു. അപ്പൊ ഒരു ഭാര്യ എന്ത് ചെയ്യണം? ഒരു മസല പറഞ്ഞുതരാം. അന്യ സ്ത്രീ മാത്രം
താമസിക്കുന്ന വീട്ടിൽ, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പുരുഷന്മാരില്ലാത്തപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് ആ വീട്ടിലുള്ള പുരുഷനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഇച്ചിരി ഗൗരവത്തോടുകൂടി സംസാരിക്കണം. അയാൾ ഇവിടെ ഇല്ല, അയാൾ പിന്നെ ചാവക്കാട്ട് കടപ്പുറത്ത് പോയിരിക്കാൻ, നിങ്ങൾ പോയിട്ട് പിന്നെ വൈകിട്ട് വന്ന് വിളിക്കും, പള്ളിയിൽ വാതിന് വരും, അന്നേരം കണ്ടാൽ മതി. എന്തൊരു സാധനടാപ്പാ ഇത്, ഇങ്ങനെ സംസാരിക്കും. ഞാൻ അബൂബക്കർ സാഹിബ് ഉണ്ടോ എന്ന് ചോദിച്ചല്ലേ ഉള്ളൂ, ഇത്ര കടുപ്പിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇച്ചിരി കട്ടിക്ക് പറയുമ്പം മൂപ്പിൽ അവിടെ ചമഞ്ഞ് ഞാൻ നിൽക്കൂല, ചുരണ്ടി നിൽക്കൂല. ഇത് സാധനം വേറെ സാധനമാണ് മോനെ, ഇവിടെ അങ്ങാൻ നിന്നാൽ അടി കൊണ്ട് ഓടേണ്ടി വരും, നമുക്ക് വണ്ടി വിടാന്ന് പറയും. യാ പെട്ടെന്ന് വണ്ടി വിടും അല്ലേ? അല്ലേ? അതല്ല, ബെല്ലടിച്ച് അടിച്ച് താത്ത ഇറങ്ങി വന്ന്, ആരാ? അബൂബക്കർ. അയ്യോ ഇല്ലല്ലോ, എപ്പോഴും ഇത്രയും നേരം ഉണ്ടായിരുന്നു, നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങൾ ഇച്ചിരി ദൂരം. അതോ കയറിയിരിക്കും, വെള്ളമെല്ലാം കുടിച്ചിട്ട് പോ. അയ്യോ വെള്ളവും കുടിച്ച് നമ്പർ മേടിച്ച് വാട്സപ്പ് മേടിച്ച് അവസാനം അമ്മക്ക് പെണ്ണും പിള്ളേ കിട്ടൂല. അവസാനം എൻ്റെ സോപ്പിട്ട് അങ്ങനെ സംസാരിച്ച് ഒറ്റയ്ക്കൊരു പെണ്ണ് മാത്രമുള്ള വീട്ടിൽ എന്തിനാ അന്യപുരുഷനെ വിളിച്ചിരുത്തി വെള്ളം കൊടുക്കേണ്ട ആവശ്യം എന്താ? പോയി കടയിൽ പോയി സോഡ മേടിച്ച് കുടിക്കട്ടെ മനുഷ്യ. നീ ഇപ്പം പിടിച്ച് വെള്ളം കൊടുക്കണോ? അല്ല, എൻ്റെ ഇക്ക വരുമ്പോൾ ദേഷ്യപ്പെടാൻ വന്നിട്ട് നീ വെള്ളം കൊടുക്കാത്ത അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പ്രശ്നമൊന്നുമില്ല. എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ എടുക്കുന്നത് എന്തേ അബൂബക്കർ ഉസ്താദ് ഉണ്ടോ? അല്ല, അവള് അയ്യോ ഇല്ല, എവിടുന്നൊരു ഞാൻ അഴീക്കോടുന്ന് ഒരു അഴീക്കോട് ജട്ടിന്ന് വരണ എന്നാൽ ഇരിക്കും വെള്ളം കുടി എന്നൊക്കെ പറഞ്ഞാൽ ആ ചങ്ങാതി അവളുടെ നമ്പർ മേടിച്ചുകൊണ്ട് പോയി ഞാൻ വാത് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ആരും കാണുമല്ലോ സംഭവം. എന്തേ പോയില്ല സംഭവം. അത് തങ്ങളുടെ മോളാണ്, തങ്ങളുടെ ഭാര്യയാണ്, ഉസ്താദിൻ്റെ ഭാര്യയാണ്, ഔലിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞില്ല. ഈ അടുത്ത സമയത്ത് ഒരു വാട്സപ്പിൽ ഒരു മൊയിലാർ കരഞ്ഞുകൊണ്ട് പറയുന്നു, പാവം എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി, ഭയങ്കര വിഷമം. പെരിന്തൽമണ്ണ കേട്ടോ. അത് കേട്ടിരിക്കും, എന്ത് വിഷമായി പോയി റബ്ബേ. ഒളിച്ചോടിപ്പോയി ഒരു ഭാര്യയും ഒരു 11 വയസ്സുള്ള ഒരു മോനും. ഉസ്താദ് പെരിന്തൽമണ്ണ പോയി കിടന്ന് കഷ്ടപ്പെട്ട് പള്ളിയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവളുമാർക്ക് മസാല ദോശയും പൂരിയും ഇഡ്ഡലിയൊക്കെ കൊണ്ട് കൊടുത്തതിൻ്റെ അഹങ്കാരം കൊഴുപ്പല്ലേ ഇത്? അല്ലേ? ആ ചങ്ങാതി വലിയ കാര്യത്തിൽ വ്യാഴാഴ്ച ബാഗും ഒക്കെ എടുത്തിട്ട് രാത്രി മസാല ദോശയും മേടിച്ചുകൊണ്ട് പോയതാ. ഇന്ന് രാത്രി ഒരു മഹബത്തും ഒരു സുഹബത്തും ഇന്ന് രാത്രി അമ്മക്ക് ഫൈറ്റാന്നും പറഞ്ഞ് പോയതാ. ആള് ഹിജറ പോയി. സംഭവം എന്തേ സംഭവം? ഇതാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ വലിയ ഗേറ്റൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ. സംഭവം കറണ്ട് അടിക്കും അതിനകത്ത് തുറന്ന. അത് ഞാനിപ്പോൾ അതിരാത്രിയൊക്കെ പോയിട്ട് വരുമല്ലോ സംഭവം. നമ്മുടെ പെണ്ണുങ്ങൾക്ക് മനസ്സ് ചിലപ്പോൾ കാണില്ല, പക്ഷേ ഇത് വശീകരണ ശക്തി ഒരു വല്ലാത്ത ശക്തിയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ വിളിച്ച് ഇടങ്ങാറാക്കി എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് മതി അങ്ങ് വീടാൻ. ഏത് വാക്കെന്നറിയില്ല, അതൊന്ന് കാണാൻ പഠിക്കാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു സംഭവം. ചില പെണ്ണുങ്ങൾക്ക് ആ ചെറിയൊരു വാക്ക്. അമീനെ നിനക്കറിയോടാ അത്? അല്ല, നീ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട് പരിചയമുള്ള ആളല്ലേ. അപ്പം ഇങ്ങനെ അതങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴും. അങ്ങനെയല്ല ഈ പോകുന്നത്. എന്നിട്ട് പറയും, എൻ്റെ വീട്ടിൽ നിന്ന് വാപ്പ സ്നേഹിക്കുന്നില്ല, ഉമ്മ സ്നേഹിക്കുന്നില്ല, എനിക്ക് ആ സ്നേഹം തന്നത് രമേശേട്ടനാണ്, രമേശേട്ടൻ്റെ സ്നേഹം നല്ല സ്നേഹമായിരുന്നെന്ന്. രമേശേട്ടൻ്റെ സ്നേഹം നല്ല സ്നേഹമായിരുന്നു. എന്താ വലിയ സ്നേഹമായിപ്പോയി. ഉപ്പ സ്നേഹിച്ചത് ഉപ്പ ഇപ്പം രമേശ് ചേട്ടനെ സ്നേഹിക്കുന്ന പോലെ ഉപ്പ ഈ 10-13 വയസ്സുള്ള മോളെ പിടിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? അയ്യോ മോളെ സഫ്ന, ഐ ലവ് യു സഫ്ന എന്നും പറഞ്ഞ് വാപ്പ ഇപ്പം മോളെ പിടിച്ച് വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? ഇതാണോ സ്നേഹം? എന്ത് സ്നേഹം ഇത്? പണ്ടാരടങ്ങാൻ ഇവളടിച്ച് ഇങ്ങനെ പിടിച്ച് വെച്ച് സ്നേഹിക്കാൻ പറ്റും നമുക്ക്? സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ വാപ്പ അവളെ സ്നേഹിക്കുന്നു, അവളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം അവൾക്ക് എന്താ ആവശ്യമുള്ളതെല്ലാം നിറവേറ്റി കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ ചെറുപ്പം മുതലേ മോളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം വാപ്പന്മാർ. മോളെ അപ്പച്ചേക്കുരുമ്പതാ ഉമ്മ ഐ ലവ് യു, മോളെ പറ ഐ ലവ് യു, സ്നേഹിക്കുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ ഐ ലവ് യു കേട്ട് വളർന്നാൽ കോളേജ് ക്യാമ്പസിൽ പോയിട്ട് ഏതെങ്കിലും ഒരുത്ത ഐ ലവ് യു എന്ന് വിളിച്ചാൽ പേടാ എൻ്റെ വാപ്പ എന്നും പറയുന്ന വാക്ക് ഐ ലവ് യു, എൻ്റെ ഒരു ഐ ലവ് യു, ഒരു പൊളിച്ചൊരു ഐ ലവ് യു പേടാ എന്ന് നിസ്സാരമായിട്ട് തള്ളും. അങ്ങനെ അത് പഠിപ്പിച്ചു കൊടുത്താൽ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ച് വാപ്പ ആ സ്നേഹം കവർന്നെടുക്കണം. അപ്പം മകളെ സ്നേഹിക്കേണ്ടതിനും ഭാര്യയെ സ്നേഹിക്കേണ്ടതിനും ഉമ്മയെ സ്നേഹിക്കേണ്ടതിനും സഹോദരിയെ സ്നേഹിക്കേണ്ടതിനൊക്കെ അതിനൊക്കെ ഓരോ ദർജകളല്ലേ, അതിനൊക്കെ ഓരോ പദവികളല്ലേ. മകളെ സ്നേഹിക്കുന്ന പോലെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുമോ? ഭാര്യയെ സ്നേഹിക്കുന്ന മകളെ ചില ഭർത്താക്കന്മാർ ഭാര്യയെ മോളെ എന്ന് വിളിക്കും. ഏതടിസ്ഥാനത്തിലെ മോളെ എന്ന് വിളിക്കും? ഏത് വകയിലെ മോളാ അവള്? ഇല്ല ഉസ്താദേ, ഉസ്താദ് വിളിക്കാറില്ലല്ലോ. സ്നേഹം അങ്ങോട്ട് വിടുമ്പോൾ എൻ്റെ മോളെ. ഏത് മോള്? അപ്പം നിന്നെ മറ്റേ മോളോ കൂടെ ഉള്ളതാ? അങ്ങനെ മോളെ ഒന്നും വിളിക്കാൻ പാടില്ല.
ഐഷ റളിയല്ലാഹു അൻഹയെ വന്ന് നബി തങ്ങൾ യാ ബുനയ്യ, എൻ്റെ മോളെ വിളിച്ച ചരിത്രമില്ല. ഐഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ യാ ഹുമൈറ എന്ന് വിളിച്ചിട്ടുണ്ട്, വെളുത്തവളെന്ന്. നല്ല സുന്ദരിയാണ്, നല്ല വെളുത്തവളാണ്. അപ്പോൾ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ചെല്ലപ്പേര്, ചക്കരപ്പേര് യാ ഹുമൈറ എന്ന് വിളിക്കാറുണ്ട്. ഹുമൈറ. ഏതെങ്കിലും ഗർഭിണി പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഈ പേരിട്ടോ, പ്രസവിക്കുമ്പോൾ പെണ്ണാണെങ്കിൽ ഹുമൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വിളിച്ച വിളിയാണ്. എന്ന് പറഞ്ഞാൽ നല്ല ബൈളാ ഉൽ ബഷറ, നല്ല വെളുത്ത ശരീരമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിളിച്ചിരുന്നു. ഖുദൂ മിൻ ശത്രി ദീനിക്കും മിനൽ ഹുമൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീനിൻ്റെ ഒരു ഭൂരിഭാഗം നിങ്ങൾ ഹുമൈറയിൽ നിന്ന് പഠിച്ചോളീൻ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയിൽ നിന്ന് പഠിച്ചോളീൻ. നല്ല ബുദ്ധിമതിയായിരുന്നു. കാനത്തെ ആഖിലത്തൻ ഹാദത്തൽ മിസാഹ്, നല്ല തമാശക്കാരിയാണ്. ഷദീദത്തൽ ഖളബ്, അതേപോലെ ദേഷ്യക്കാരിയായിരുന്നു. സഹിലത്തൽ ഇഷാറ, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കും. എന്തെങ്കിലും ഒരു ചെറിയ ഒരു സിഗ്നൽ കിട്ടിയാൽ മതി, ആയിഷ ബീവി ഇത് മനസ്സിലാക്കും. അങ്ങനെയായിരുന്നു ആയിഷ ബീവി. നല്ല ബുദ്ധിമതിയാണ്, വലിയ ബുദ്ധിമതിയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അങ്ങനെ വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെ വിളിക്കാം, അതല്ലാതെ കണ്ടുള്ള വിളിയുണ്ടല്ലോ, നല്ലതല്ല. വേറെയൊക്കെ വിളിക്കാം, നല്ല ചില പേരൊക്കെ ഇട്ട് വിളിക്കാം. ചക്കരയെന്നോ കരളയെന്നോ ഒക്കെ വിളിക്കാം. പോത്തേന്ന് വിളിക്കരുത്, അത് ശരിയല്ല. അതൊരു പന്ന പരിപാടിയാണ്, പോത്തേ എന്നുള്ള വിളി. അത് നമ്മുടെ മുസ്ലിങ്ങൾ നമ്മുടെ പെണ്ണുമ്പിള്ളമാരെ വിളിക്കുന്ന ഒരു വിളിയാണ്, പോത്തെ, കഴുതേ. വലാ തുഖബ്ബിഹ്, നീ മോശമായ പേര് കൊണ്ട് നിന്റെ ഭാര്യയെ വിളിക്കരുതേ. ഒരു ചരിത്രത്തിൽ ഒരു അച്ചായൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. 3 പേര് ഫാമിലി, ഒരു ഹിന്ദു, ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, 3 ഫാമിലികൾ കറങ്ങാൻ പോയി. അങ്ങനെയാണല്ലോ, കറങ്ങാൻ പോകുമ്പോൾ നമ്മളങ്ങനെ മിങ്കിളിങ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ മതേതരത്വത്തിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യൻ എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഓരോരോ സാധനങ്ങൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വിളമ്പി വെച്ച് തിന്നാൻ തുടങ്ങി. ഇങ്ങനെ അങ്ങനെ തിന്നുന്ന കൂട്ടത്തിൽ ഒരു ഫാമിലിയിലെ പെണ്ണും ഭാര്യയോട് ഒരാൾ പറഞ്ഞു, അതിങ്ങെടുക്ക് ചക്കരയെന്ന് പറഞ്ഞു. ഓഹ്, എന്തോ ഒരു ഇഷ്ടപ്പെട്ട വാക്ക്. രണ്ടാമത്തെ ഫാമിലി പറഞ്ഞു, അതിങ്ങെടുക്ക് എൻ്റെ കരളെന്ന്. കരൾ റോസ്റ്റായിരുന്നു സാധനം. ഈ മുസ്ലിം ഇരിക്കുന്ന പോത്ത് മിണ്ടുന്നില്ല, ഇന്നിരിക്കാൻ തിന്നല്ലേ. ഇതിങ്ങെടു. അപ്പോൾ ഇടയ്ക്ക് ഇതിങ്ങെടുത്ത് പറഞ്ഞു, എന്തൊരു മനുഷ്യനാ, അതെൻ്റെ ചക്കരയെന്നും കരളയെന്നൊക്കെ വിളിക്കുന്നിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വിളിച്ചൂടെ, എന്നാൽ ബീഫിങ്ങോട് പോത്തെ. ആ പ്രശ്നം. അപ്പം വിളിച്ചില്ലേ, ഇതല്ലേ നമ്മുടെ പെണ്ണുങ്ങളെ നമ്മളെ വിളിക്കുന്ന വിളി, പോത്തെ, എരുമ, കഴുത. കഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുഖബ്ബിഹ, അവക്കിഷ്ടമില്ലാത്ത ഒരു വാക്കുകൊണ്ട് അവളെ വിളിക്കരുത്. നിവേദങ്ങൾ എത്ര നല്ല പേരിട്ടാണ് വിളിച്ചേ. അപ്പം നമുക്ക് അവളെ അങ്ങനെ വിളിച്ചുകൂടെ, അങ്ങനെ ഒരു നല്ല വാക്കിട്ട് അവരെ വിളിച്ചുകൂടെ? അതല്ലേ നല്ലത്. ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കണം, അപ്പോൾ നല്ല വിളിയൊക്കെ വരും. അല്ലെങ്കിൽ വേറെ വിളിയുണ്ടല്ലോ, ഇപ്പോഴത്തെ മോഡൽ വിളികൾ, ആ വിളികളായിരിക്കും അടുത്തത് വരുന്നത്. അതുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഭർത്താക്കന്മാർ ദേഷ്യപ്പെടാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ഭാര്യമാർ പ്രവർത്തിക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നത്, അത് മനസ്സിലാക്കണം ഭാര്യ. കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഇക്കാക്ക് ദേഷ്യം ഉണ്ടാവും. സമയത്തിന് വിളമ്പി വെച്ചേക്കണം. എൻ്റെ ഇക്ക ജോലി കഴിഞ്ഞ് വരുമ്പോൾ മോരും വെള്ളമാണ് ആൾ കുടിക്കുക, അത് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം ഉണ്ടാവും, പ്രഷർ കയറും. 170, അത് സാധാരണ കുഴപ്പമില്ല. ഒരു 350 ചാടി അങ്ങോട്ട് കയറും. അപ്പോഴേ മോരും വെള്ളം റെഡി. ഇക്ക എന്ന് വിളിച്ചാൽ മോരും വെള്ളം അവിടെ റെഡി. വസ്ത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ച് കൊടുക്കണം കൃത്യസമയത്ത്. അപ്പോൾ ചില പെണ്ണുങ്ങൾ ചോദിക്കും, പിന്നെ വസ്ത്രം കഴുകരുതെന്ന് ഉസ്താദന്മാർ പ്രസംഗിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ജോലി അതല്ല, പെണ്ണുങ്ങളുടെ ജോലി വസ്ത്രം കഴുകലല്ല, ഭക്ഷണം വിളമ്പി കൊടുക്കലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഉസ്താദെ വസ്ത്രം കഴുകി കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അത് പറഞ്ഞു കൊടുക്കണ്ട മസല. എൻ്റെ വസ്ത്രമൊക്കെ എൻ്റെ ഭാര്യ കഴുകി തരുന്നത്, അതിനനുസരിച്ച് പൈസയും ചോദിച്ചു വാങ്ങും കേട്ടോ, അത് വിഷയം വേറെ. പെണ്ണുങ്ങൾക്ക് എത്ര പൈസ കൊടുത്താലും മതിയാവില്ല, എത്ര പൈസ കൊടുത്താലും മതിയാവില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കൊടുക്കുന്ന എത്ര പൈസ ആയാലും എത്ര സദഖായാലും ഭാര്യയ്ക്ക് കൊടുക്കുന്നത് വലിയ കൂലിയാണ്. കൊടുക്കാത്ത ഭർത്താക്കന്മാരുടെ കീശയിൽ നിന്ന് അടിച്ചു മാറ്റാൻ അനുവാദമുണ്ട്. ഹദീസ് ഓതട്ടെ, ഓതണോ? അത് ഹദീസ് ആകപ്പാട് 150 രൂപയുള്ള ആ പേഴ്സിൽ അതിന്നങ്ങാണ് ഈ ഹദീസും കേട്ട് രാത്രി അവിടെ കൊണ്ട് തൂക്കിയിട്ടാൽ ഇവള് രാത്രി പോയിട്ട് അടിച്ചു മാറ്റിയാൽ രാവിലെ വട്ടച്ചെലവിന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കാണില്ല സംഭവം. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ, അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, അബിയെ 12:40 ആവാൻ പോകുന്നു, 11:40. അതിന് ബക്കറ്റ് രൂപയൊക്കെ ഉണ്ടോ? അതെല്ലാം എടുത്തോ. 12 മണിക്കൂറിൽ അങ്ങനെ പ്രസംഗിക്കുക, എന്നാൽ തന്നെ സമയം ഒരുപാടായില്ലേ. എൻ്റെ പടച്ചോനെ ഇരുത്തിരിക്കുന്ന കണ്ടിട്ട് ഇന്നൊന്നും പ്രസംഗം നിർത്തുന്ന ലക്ഷണം തോന്നുന്നില്ല. ഇന്നലെ എത്ര മണിക്കാണ് തീർന്നത്? 12 മണിയായി. 12 മണി.
എല്ലാവരും നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ അറിയാലോ. ഇൻഷാ അള്ളാ പിരിക്കാൻ സമയമില്ല, നാളെയൊക്കെ പൈസ കൊണ്ട് കൊടുക്കണം. മുസ്ലിം പറഞ്ഞു എല്ലാവരും കാര്യമായിട്ട് ബക്കറ്റിൽ ഒരു 2000 രൂപ വെച്ചിട്ട് എല്ലാവരും ഇടും. എല്ലാവരും കാര്യമായ നിലയിൽ ഇടണം. എല്ലാവരും പൈസ ഒക്കെ പിരിക്കണം ഇൻഷാ അള്ളാ കേട്ടോ. വലിയ വലിയ ആളുകളാണ് മാഷാ അള്ളാ, ഭയങ്കര ചെങ്കീരികളാണ് അവിടെ പ്രസംഗിക്കാൻ പറ്റുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ കളവൻ. എല്ലാം ഭയങ്കര സാധനങ്ങളാണ്, വിരലൊക്കെ ചൂണ്ടി പേടിപ്പിക്കുകയാണ്. അപ്പം വലിയ വലിയ സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവരൊക്കെ നല്ല അഗ്രഗണ്യരാണ്, നല്ല പ്രഭാഷകരാണ്. നല്ല നാളെ സിറാജ് ഖാസിമി പിരിവെന്ന് പറഞ്ഞാൽ ഓപ്പിലാൻ്റെ പിരിവില്ലെങ്കിൽ പ്രസംഗം റാഹത്താവില്ല, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നല്ല റാഹത്തായിട്ട് വാദം പറഞ്ഞുതരും, നല്ല പിരിക്കുകയും ചെയ്യും. പിന്നെ കബീർ വാക്കവി, പിന്നെ അൽഹംദുലില്ലാ കുമ്മന ഉസ്താദ് പിരിക്കുമെന്ന് തോന്നുന്നില്ല അല്ലയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വാദം പറഞ്ഞുതരാം, നിങ്ങൾ നാളെ കാര്യമായിട്ട് ഒന്ന് സഹകരിക്കണം കേട്ടോ. എനിക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം ഇവിടെ 72 പെണ്ണുങ്ങളെയാണ് ഈ വർഷവും കൂടെ ആവും. 76 ഭയങ്കര സംഭവം തന്നെയാണല്ലോ അബീവേ. 11 പേരാണ് ഇതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നത്. എന്നാലും എല്ലാ മതക്കാരും എല്ലാ സംഘാടകരും സംഘടനകളും എല്ലാം ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു എന്നും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. 11 പേര്. ഇനി റായിത്തു അഹദ അഷറ കൗക്കബ, യൂസുഫ് നബി കണ്ട സ്വപ്ന, അത് 11 നക്ഷത്രത്തെ ഞാൻ കണ്ടു. അത് വലിയ സംഭവം. അപ്പോൾ ഭർത്താക്കന്മാരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. അതായത് അതല്ലേ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പോകാന്നുള്ളത് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ അവരവരുടെ ഭർത്താവിൻ്റെ അവളുടെ ഏത് രീതിയിലാണ് അദ്ദേഹം നമ്മളോട് ദേഷ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ ആ ഭാഗം ക്ലിയറായി. അതാണ് ഒരു കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമായ വഴി അതാണ്. അപ്പോൾ വസ്ത്രങ്ങൾ കഴുകിത്തരലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരാ ചെയ്യേണ്ടത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരുമമകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അലി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ചരിത്രം അതന്നെ മനസ്സിലായി. അല്ല പറഞ്ഞ അബീവേ, ഞാനതൊക്കെ വെച്ചിട്ട് ഓർമ്മയുണ്ട്, അല്ല നിങ്ങൾക്കൊക്കെ ശ്രദ്ധയുണ്ടോയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ എത്ര വർഷങ്ങളുടെ പറയല്ലേ, ഇതൊക്കെ ശ്രദ്ധയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. എന്താ ബക്കറ്റിലൊന്നും ഇല്ലേ? ഇത്രയും പേരായിട്ടൊന്നും ഇല്ലേ? ഇന്നലെ ബക്കറ്റ് എത്ര കിട്ടി അബീവേ? ഇന്നലെ ബക്കറ്റ് 30,000, 35, 55 കിട്ടും അല്ലേ? അൽഹംദുലില്ലാ, ആവട്ടെ ഖൈർ. എനിക്ക് നാളെ നിങ്ങൾ പിരിച്ചോളല്ലോ അല്ലയോ? അതൊക്കെ നടക്കും. പ്രസംഗിച്ചാൽ അത് തന്നെ അൽഹംദുലില്ലാ. ഹബീബ് വല്ലതൊക്കെ വീണോ അതിനകത്ത്? ലോട്ടറി ടിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. ഇതെല്ലാം അറിയാൻ പാടില്ല. ഒരു പെട്ടെന്ന് പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി 1 കോടിയുടെ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കേണ്ടി വരും. കാരണം ബക്കറ്റ് പൈസ ഇട്ടവർക്കൊക്കെ ഇതൊരു പൈസ അല്ലേ സംഭവം. അൽഹംദുലില്ലാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ഹിന്ദം ബിൻത് ഉത്ബയുടെ മോള ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വന്നിട്ട് പറയാൻ, യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹ്. എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ പിശുക്കനാണ് നബിയെ. കഞ്ചൂസ് തന്നെയാണ് പറയാ. കഞ്ചൂസ് എന്ന് പറയോ? ലുബ്ധൻ. പിശുക്കൻ എന്ന് പറയില്ലേ? തമിഴിൽ കഞ്ചൂസ് എന്ന് പറയും, എന്നാലും ചില നാട്ടിൽ കഞ്ചൻ എന്ന് പറയും. കഞ്ചൂസ്, പിശുക്കൻ, ഭയങ്കര പിശുക്കൻ. ഓ, ഫലം യുഅ്തീനി മാ യക്ഫീനി വവലദി. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും മതിയായ തോതിൽ ഭക്ഷണം കഴിക്കാനുള്ള സമ്പത്ത് എൻ്റെ ഭർത്താവ് എനിക്ക് നൽകാറില്ല ഹബീബേ. ഇല്ലാ മാ അഖദ്തു മിൻഹു വഹുവ ലാ യഅലം. അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്ന് ഞാൻ എടുത്തിട്ടല്ലാതെ, അദ്ദേഹം അറിയാതെ ഞാൻ രഹസ്യമായിട്ട് പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റും. അല്ലാതെ എൻ്റെ മക്കൾക്ക് 2 റൊട്ടി വാങ്ങാൻ, ഹുബൂസ് വാങ്ങാൻ പോലുള്ള പൈസ അദ്ദേഹം എനിക്ക് തരാറില്ല. അത് ജായിസാണോ? അത് അനുവദനീയമാണോ യാ റസൂലല്ലാഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അങ്ങനത്തെ പിശുക്കന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലല്ലേ. ഇവിടെ ഭാര്യയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു അൽഫഹമ് വാങ്ങി കൊടുക്കണം അബീവേ. നമ്മളൊക്കെ പുറത്തു പോകുമ്പോൾ അൽഫഹമും കോഴി, സുജൂദിലെ കോഴി, റുക്കോയിലെ കോഴി, ഇഅ്തിദാലിലെ കോഴി, ഖിയാമിലെ കോഴി, ഖുഊദിലെ കോഴി, ഏതെല്ലാം കോഴികളാണ് തിന്നുന്നത്. അങ്ങനെ നമ്മൾ കോഴിയായി മാറി. നമ്മുടെ ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നൊരു മന്തി, ഒരാട് മന്തിയൊക്കെ ഒന്ന് നല്ല ആടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കണ്ടേ? എങ്ങനെയുള്ള പേടിക്കണ്ടേ?
അവരെയും കൂടെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം, പെണ്ണുങ്ങളെ കൊണ്ടുപോകണം. ഹദീസ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നാളെ പോലെ ഞാൻ 8-ന്റെ പണി വന്നിട്ട് പോകുന്നുള്ളൂ. അവിടെ നിന്നില്ലേ ഹദീസുണ്ട് ഓതണം ഉസ്താദേ അത്. ഇവിടെ ഷോപ്പിംഗ് കൂടുതലാണ്. അല്ല, ഭർത്താവ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. ഈ വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്ന് ഗൃഹാതുരത്വത്തിൽ ഹോം സിക്കിലങ്ങ് ആകെ ഇടങ്ങറായി പെണ്ണുങ്ങൾക്ക് ഈ ഭക്ഷണം പാചകം ചെയ്ത് തരാനൊരു മൂഡ് പോലും ഇല്ലാത്തൊരു സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ ഭർത്താവ് അവളെ വിളിച്ചു കൊണ്ടുവന്ന് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി സ്വന്തം കയ്യിൽ പിടിച്ച് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെ ഒന്ന് വരാം. ഇത് പോകില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവനെങ്കിൽ കച്ചവടം അയൽവക്കത്തുനിന്ന് പോകുന്ന നാസറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അളിയ നാസർ എൻ്റെ പെണ്ണുമ്പിളയും കൂടെ ഒന്ന് കൊണ്ടുപോയി എല്ലാം ഒന്ന് കറക്കിയിട്ട് അവൻ കൊണ്ടുപോയി എല്ലാം നല്ല റാഹത്തായിട്ട് കറക്കി തലയ്ക്ക് പിടിഞ്ഞ് ഒഴിഞ്ഞ് ഇൻഷാ അല്ലാ റാഹത്തായി എല്ലാം ഷെയ്ത്താനെ ഇറക്കി 2 ഷെയ്ത്താനെ കയറ്റിയിട്ടൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ വിടും. അങ്ങനെ പോകുന്ന അന്യ പെണ്ണുങ്ങളും അന്യ പുരുഷന്മാരും തമ്മിലുള്ള യാത്രകളും മറ്റു കാര്യങ്ങളാണ്. അങ്ങനെ കൂടുതലും ഇന്ന് വിടുന്നത് അങ്ങനെയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഭർത്താവ് കൂടെ പോകണം. ഭർത്താവിനോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ കൊതിക്കുന്ന ഭാര്യമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭർത്താവിൻ്റെ ബൈക്കിലൊന്നിരുന്ന് ആ നെഞ്ച് ആ സൈഡിലോട്ടൊക്കെ ഒന്ന് ചാരിയൊക്കെ ഒന്നിരുന്ന് ഇങ്ങനെ കൈയൊക്കെ ഒന്ന് വെച്ച് പോകാൻ എത്ര കൊതിക്കുന്ന താത്താമാരുണ്ട്. പക്ഷേ ഈ ചങ്ങാതി ഒന്ന് കൊണ്ടുപോകുക പോലും ഇല്ലല്ലോ ഉസ്താദെ, വല്ലാത്ത കഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് രസമല്ലേ, ഒന്ന് കയറി ഒന്ന് ചാഞ്ഞിരിക്കട്ടെ. ഇന്നിപ്പോൾ ചാഞ്ഞല്ലേ, ഇനി ഇപ്പുറത്ത് ഇങ്ങനെ കവിച്ചു വെച്ചിരിക്കുക, ഇപ്പുറത്ത് കാല് വിട്ട് ഇങ്ങനെ കയറി ഇരിക്കേണ്ട സംഭവം. അതൊരു കണക്കിന് നല്ല മറിഞ്ഞു പോവില്ല. പക്ഷേ ലെഗിൻസ് ആകരുതെന്നേ ഉള്ളൂ പ്രശ്നം. പെണ്ണുങ്ങളുടെ വസ്ത്രം ഇവിടുന്ന് ഇവിടം വരെ ഒരു ഇറക്കമാണ്, ഇന്നർ വരെ കാണാൻ പുറത്ത്. അപ്പോൾ ആ കോലത്തിലുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് പോകരുത്. ഔറത്ത് കാണിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം വരുമെന്ന് സ്ത്രീകൾ ഔറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമത്രേ. നല്ല നല്ല കുഷ്യനിട്ട സീറ്റുകളിലുള്ള വാഹനങ്ങളിൽ പെണ്ണുങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി ഈ പറഞ്ഞ സാധനം ആക്റ്റീവ എന്ന് പറഞ്ഞ സാധനം തുഴയാണ്, ഓടിക്കല്ല, തുഴയ. 2 കാലും അപ്പുറത്ത് ഇപ്പുറത്തിട്ട് ഇങ്ങനെ നിൽക്കും. റോഡിൻ്റെ ഈ സൈഡ് ഇങ്ങനെ നിൽക്കും. 2 മിനിറ്റ് നോക്കും അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ. എന്നിട്ട് ഒറ്റ പോക്ക. അവിടെ നിന്ന് അങ്ങാണ്ട് രാവിലെ ലോഡ് എടുക്കാൻ വന്ന ആ ടിപ്പറുകാരൻ കയറിയ സഫിയയുടെ പോക്ക് ഒരൊറ്റ പോക്ക് തന്നെയാണ്. അങ്ങോട്ടും നോക്കൂല ഇങ്ങോട്ടും നോക്കൂല, ഒരൊറ്റ പോക്കാണ്. എന്തിനാ ഈ പണ്ടാരം പൊക്കി എടുത്തു തുടങ്ങി നടക്കുന്ന എൻ്റെ പൊന്നു സഹോദരിമാരെ? നിങ്ങൾക്ക് അതിന് പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്തിനാ ഇതിനകത്ത് പോകുന്നത്? ഞാനും ഇങ്ങനെ വണ്ടി യാത്ര പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പെണ്ണിങ്ങനെ വണ്ടി ഓടിക്കുക, എന്നെ കണ്ടെടുത്ത് തലയിലെ തുണി കൈ വിട്ടിട്ട് തലയിലെ തുണി എടുക്കുക. നല്ല രസമായി താ കിടക്കുന്ന അവിടെ. ഞാൻ ചോദിച്ചു, ഇനി ഇതിൻ്റെയും കൂടെ കുറവേ ഉള്ളായിരുന്നു. അൽഹംദുലില്ലാ ഇത് തീർന്നു. മുസ്ലിയാരെ കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങനെ ശീലിച്ചു പോയി പെണ്ണുങ്ങൾ. അതറിയില്ലേ സംഭവം? 2 സമയത്താണ് തലയിൽ തുണിയിടുക. ഒന്ന് തലയെക്കെട്ടും താടിയും കാണുമ്പം, അത് ചിലപ്പോൾ സിഖുകാരനെ കണ്ടാലും മൻമോഹൻ സിംഗ് വന്നാലും ഈ പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുക. നമ്മുടെ വലിയ ഉസ്താദ് വരുന്നടാ, പണ്ടത്തെ നമ്മുടെ വലിയ ഉസ്താദ്, അള്ളാഹ് നമ്മുടെ മഹാനായ ഉസ്താദ്, ഇത് മരിച്ചുപോയെന്ന് ആരാടാ പറഞ്ഞത്? ആ വരുന്നടാ അപ്പ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തലയിൽ തുണിയിടുക. 2ാമത് തലയിൽ തുണിയിടുന്നത് പെണ്ണുങ്ങൾ വാങ്ങു വിളിക്കുമ്പോഴാണ്. അത് എവിടെ നിൽക്കുന്നോ, ഏത് സ്ഥലത്താണോ, എവിടെ കണ്ടാലും, എവിടെ ആ വേലിയിലൊക്കെ കഴുകിയിട്ടിരിക്കുന്ന തുണി എടുത്ത് വെക്കുന്നത്. ചിലപ്പോൾ ബംഗാളികളുടെ അണ്ടർവെയർ കഴുകിയിട്ട് അതും എടുത്ത് ഒറ്റ വെപ്പായി. അല്ല, അറിയില്ല സംഭവം അല്ലേ? ശരിയല്ലേ? ആകാ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന തുണി എടുത്ത് ഇങ്ങനെ ഒറ്റ കിടക്കുക. ഉസ്താദ് അടുത്തങ്ങ് പോയെന്നാൽ ഉസ്താദിൻ്റെ മുണ്ടെടുത്ത് ഉരിഞ്ഞ് തലയിലിടും പെണ്ണുങ്ങൾ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലയിൽ തുണിയിടൽ നിർബന്ധ. ചിലപ്പോൾ വട്ടയല്ല, തേക്കിൻ്റെ ഇല ഇതൊക്കെ പറിച്ചായിരിക്കും തലയിലോട്ട് വെക്കുക. ഇങ്ങനെ പെണ്ണുങ്ങൾ തലയിൽ വെക്കുക. എന്തിനാ അത് തലയിൽ വെക്കുന്നത്? ഈ ബാങ്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാതിരിക്കാൻ. ഇത് കേൾക്കാനും പാടില്ല, ഇത് ഉള്ളിലോട്ട് ഇറങ്ങാനും പാടില്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ എടുത്ത് അടച്ചങ്ങോട്ട് വെക്കുകയാണ് സംഭവം. ഈ സമയത്തല്ലാതെ കണ്ട് വേറെ എപ്പോഴാണ് തലയിൽ തുണിയിടുക? എപ്പോഴാ തലയിൽ തുണിയിടുക? തലയിൽ തുണിയിട്ടില്ല എങ്കിൽ ആര് വരും? ശൈത്താന് വരും. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ സംഭവം ഞാൻ പറയട്ടെ. വിഷയം വേറെ ഇതിലോട്ടൊക്കെ അങ്ങനെ കയറി പോവുകയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അടച്ചാനെ. ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം വഹി വന്ന സമയം ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവിനെ സ്വീകരിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പുറത്തുനിന്ന് മീൻ പിടിക്കാൻ പോയിട്ട് ഭർത്താവ് വരികയാണ്, മീനൊന്നും കിട്ടിയില്ല. ഓക്കായോ ആരൊക്കെയോ ഒന്ന് പോലും, നമ്മുടെ കൂട്ടുകാരായിരുന്നവരൊക്കെ വന്നിട്ട് പോയി, ഒന്നും കിട്ടിയില്ല. വലിയ വിഷമത്തോടു കൂടി ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ
മുഖം കാണുമ്പോൾ മനസ്സിലാക്കണം ഭാര്യ മുഖം കാണുമ്പോൾ മനസ്സിലാക്കണം ഭർത്താവിൻ്റെ ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇക്കാക്ക്, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇക്കാക്ക്, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് എത്ര ദിവസമായി നമ്മൾ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? ഭാര്യയുടെ മുഖത്തേക്ക് ഭർത്താവും ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഭാര്യ സ്നേഹത്തോടുള്ള നോട്ടം പാവങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും. അവരുടെ രണ്ടുപേരുടെ കൈകൾ തമ്മിൽ കൂട്ടിയിണക്കുമ്പോൾ അവരുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ താഴേക്ക് കൊഴിഞ്ഞു വീഴും. നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെ മുഖത്ത് ഇങ്ങനെ നോക്കണം. പണ്ട് നോക്കിയിട്ടുണ്ട്. എത്ര കുത്തുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾക്ക് പറയാമോ? എത്ര അടയാളം ഉണ്ടെന്ന് പറയാമോ? പറയാൻ പറ്റും, നമുക്കറിയില്ല അബീവേ, നമുക്കറിയില്ല. എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി എനിക്കല്ല, കണ്ണിനൊരു കറുപ്പുണ്ടെന്ന് അവൾ അമ്മടുത്ത് വന്ന് പറയണം, ഇക്ക ഒരു കണ്ണിനൊരു ചെറിയ കറുപ്പുണ്ട്. അപ്പോഴാണ് നമ്മൾ നോക്കട്ടെ ആ അത് തന്നെ. അന്നേരം ഇടയ്ക്ക് നമ്മൾ കണ്ണിന് കുട്ടിക്ക് ഇവൾക്ക് കറുപ്പുണ്ടെന്ന് അതുവരയ്ക്ക് നോക്കിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. പല്ലുവേദനയായിട്ട് നീരായിട്ടിരിക്കുകയാണ്. 3 ദിവസമായി മനുഷ്യ നിങ്ങൾ എന്തായി വീർത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മൊയിലിയാരന്മാരോടൊക്കെ ഞാൻ വെച്ച് നീ തിന്നു കൊഴുത്ത് കവളൊക്കെ ചാടിയിരിക്കുകയാണ്, പൂവമ്പഴം പോലെ. എൻ്റെ കതിയ പൂവമ്പഴം പോലെ ആയി സന്തോഷിച്ചിരുന്നാണത്. പല്ലുവേദനയായിരുന്നു. അല്ലാ, നഷ്ടമായി പോയല്ലോ പടച്ചോനെ, വല്ലാത്ത നഷ്ടമായി പോയല്ലോ. പുഴുവെല്ലാം കൂടെ പിടിച്ച് അകത്തിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് നല്ല ചാടിയിരിക്കുകയാണ്. ഓറഞ്ച് എന്നൊരു കളിയടിക്കാൻ പറ്റി, സൗകര്യമായിപ്പോയി, തീർന്നു, എല്ലാം പോയി, എല്ലാം പഴുത്തിരിക്കുകയാണ്. അവൻ മുഖത്തേക്ക് നോക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭർത്താവിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരികയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. വലിയ ഭാരമേറിയ ഉത്തരവാദിത്വം. നബിയെ, അങ്ങേക്ക് ഞാൻ ഇതാ ഇറക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് 600 ചിറകുള്ള ജിബ്രീൽ ഇറങ്ങി വരുന്നത്. ആ ജിബ്രീലിനെ കണ്ടപ്പോ മഹദിയായ ഖദീജ ബീവി ഭയപ്പെട്ടു പോവുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഭയപ്പെടുകയാണ്. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ഖദീജ ബീവിയുടെ അരികിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഓടുകയാണ്. അങ്ങനെ വെപ്രാളത്തോടെ ടെൻഷൻ അടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടുന്നത് കണ്ട് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഖദീജ ബീവി കയറി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കൂൾ ഡൗൺ, വിഷമിക്കില്ലേ, പ്രയാസപ്പെടരുത്, ഉറങ്ങ്. അങ്ങനെ പദപ്പെട്ടു കൊടുത്തു. മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങളെ ആദ്യം സമാശ്വസിപ്പിച്ചു. കടലിലേക്ക് പോയിട്ട് മീനൊന്നും കിട്ടിയില്ല. വളരെ വിഷമത്തോടെ പ്രയാസപ്പെട്ട് കാറ്റിൽ തോണിയും വഞ്ചിയും ഒക്കെ തകർന്നു പോയി. ആ ദുഃഖഭാരത്തോടുകൂടി കയറി വരുന്ന ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ആദ്യം, ഇക്ക എന്താ സംഭവിച്ചത്, വാ സമാധാനപ്പെട്, ഇക്ക അവിടെ ഇരിക്ക്, കുറച്ചേരം അവിടെ ഇരിക്ക്, വെള്ളം കുടിക്കുക, അവിടെ സമാധാനപ്പെട്, അവിടെ ഇരിക്ക്, അവിടെ മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തണം. എന്നിട്ട് വെള്ളം കൊടുത്ത് സമാധാനിപ്പിക്കണം. ആദ്യം ഒന്നും ചോദിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയാണ് ഇന്ന് ഖദീജ ആദ്യം സ്വീകരിച്ചത്. ഒന്നും ചോദിച്ചില്ല, അവിടെ ഇരുത്തി. ടെൻഷനൊക്കെ മാറി. അങ്ങനെ അടച്ച്, ഖദീജ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഖദീജ. ആകെ ജീവൻ കിട്ടിയെന്ന് മനസ്സിലായി, ടെൻഷൻ മാറി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു വലിയ ഒരു രൂപം ഞാൻ കണ്ടു ഖദീജ, അത് ജിബ്രീലാണ്, അത് മലക്കായിരുന്നു ഖദീജ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഖദീജ ബീവി പറയുകയാണ്, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, പ്രയാസപ്പെടേണ്ട. വല്ലാഹി വലാ യുഖ്സിക അല്ലാഹു അബദാ, തീർച്ചയായും അല്ലാഹു അങ്ങയെ നിന്ദിക്കുകയില്ല ഹബീബേ. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, അങ്ങേ അല്ലാഹു നിന്ദിക്കുകയില്ല. ഇനി അങ്ങനത്തെ ഒരു രൂപം വന്നാൽ എന്നെ അറിയിക്കണം. ബുദ്ധിമതിയായ ഭാര്യ ഇതാ പറയുന്നത്, കണ്ടോ? ഭർത്താവിന് ഒരു ശക്തി പകർന്നു കൊടുക്കുന്ന ഭാര്യ ഭർത്താവിന് ശക്തി പകർന്നു കൊടുക്കും. നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടു. രാത്രി 12:30 സൗണ്ട് കേട്ടു. ഭാര്യ ഭർത്താവിൻ്റെ പുതപ്പിനകത്ത് അടിഞ്ഞുകൂടി അകത്തോട്ട് കയറി. ഇന്ന് വരെ കയറാത്തവളാണ്. ഈ സൗണ്ട് കേട്ടത് ഇനി ഭർത്താവ് സൗണ്ട് ഉണ്ടാക്കിയതൊന്നും അറിയില്ല സംഭവം.
ഭർത്താവിന്റെ പുതപ്പിന്റെ ഉള്ളിലേക്ക് ചുരുണ്ടുകൂടി കയറും. അപ്പൊ ഇയാൾ പറയും, ഐശു എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ, നീ ഒന്ന് പോയി നോക്കി. എനിക്ക് നിങ്ങൾ ചുമരി നിങ്ങൾ പോയി നോക്ക് എന്നെ കൊണ്ടുപോയി എന്നെ കണ്ട. അല്ല ഐശു നീ പോയി നോക്കിട്ടോ ഐശു. ഇല്ല ഞാൻ പോവില്ല. നിങ്ങൾ പോണോ? ഞാൻ ചത്താലും കുഴപ്പമില്ല എനിക്കില്ലേ. അല്ല കള്ളന്മാരെ മോഷ്ടിക്കാൻ വേണ്ടി കത്തിയെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ഇവള് പോവാ, എന്നാ എൻ്റെ ഇക്ക അവിടെ കിടക്കട്ടെ, ഞാനൊന്ന് പോയി നോക്കട്ടെ. പറയൂ ഏതെങ്കിലും പെണ്ണുങ്ങൾ. ആരെ തള്ളിവിടുക? നമ്മളെ. പോയാ നീ അങ്ങ് പോയിക്കോ. എത്ര വലിയ സ്നേഹം, വലിയ സ്നേഹമാണ്. എന്നാ ഖദീജ ബീവി എന്താ ചെയ്തത്? ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, ഇനി അങ്ങനെ സംഭവിച്ചാൽ എന്നോട് പറയണം. എന്താ ധൈര്യം. പെണ്ണുകൾ ഇറങ്ങി പോകണം, ഭർത്താവ് പിറകിലും വരും, അല്ലെ രണ്ടുപേരും ഒരുമിച്ച് പോകണം. അങ്ങനെ ഒരാളെ പേടിച്ച് കിടന്നാൽ മൊത്തം നിങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് പോയി എന്ത് ചെയ്യും? സംഭവം ഒരു ബഹളം. ആരുടെ അത്? ഇക്ക എഴുന്നേറ്റ് അവിടെ നിന്ന് സൗണ്ട് വെക്കുന്നു. ഇക്കായും കുക്കായും ഒന്നും വീട്ടിലില്ല, പക്ഷെ ചുമ്മാ പറയണം, വെറുതെ പറയണം. ഇക്ക ഒന്ന് എഴുന്നേറ്റ്, ഇക്ക ദാണ്ട അവിടെ ആ ഒരു സൗണ്ട് കേൾക്കുന്നു. വാപ്പ എഴുന്നേറ്റ്. വാപ്പ മരിച്ചത് 10 വർഷമായി, എന്നാലും ചുമ്മാ വിളിച്ചോണം. വാപ്പ ചിലപ്പോൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വിളിച്ചോണം. അങ്ങനെ വിളിക്കണം. വിളിക്കുമ്പോൾ ഈ സൗണ്ട് കേട്ട് ചങ്ങാതി എന്ത് ചെയ്യും? കള്ളം വല്ലാണെങ്കിൽ ഓടിക്കോളൂ. ആളൊക്കെ ഉണ്ട്. സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. രാത്രി ഉറങ്ങാൻ സമയത്ത് 2-3 പഴയ ചെരുപ്പൊക്കെ എടുത്ത് വെളിയിട്ട് കിടക്കണം. ആളൊക്കെ ഉണ്ട് ഇവിടെ കിടപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി. കള്ളന്മാരും അല്ല ഇന്നൊരു വാത് കേൾക്കാതിരിപ്പുണ്ടെങ്കിൽ തീർന്നു. ഈ ഹിക്മത്ത് മൊത്തം മനസ്സിലാക്കിയിട്ട് അവിടെ മൊത്തം ഇത് പോയി കയറിയ സംഭവം തീർന്ന സംഭവം. പഴയ ചെരുപ്പുകൾ വാങ്ങാൻ കിട്ടും. അത് പള്ളിയിൽ പോയാൽ മതി, ബാത്റൂമിൽ കാണും. അതൊക്കെ എടുത്തിട്ട് സൈഡിൽ കൊണ്ട് നിരത്തി വെക്കണം. എടാ ഇത്രയും അംഗങ്ങളുണ്ട് ഈ വീട്ടിൽ, എന്നാൽ ഇന്നിവിടെ കയറണ്ട, യാ വണ്ടി വിട്ട് പോകാം. അതൊക്കെ അതെല്ലാം ഒരു ഹിക്മത്താണ് സംഭവം. പെണ്ണുങ്ങൾ ആ സൗണ്ട് കേട്ട പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് പോലീസ് വിളിക്കുന്ന പോലെ അങ്ങ് പറഞ്ഞ അഭിനയിച്ചേക്കണം. ഒരു ശക്തി അന്നേരം ഉണ്ടാക്കിയെടുക്കലാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇനി അങ്ങനെ സംഭവിച്ചാൽ വരണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹീമായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഖദീജ ബീവിയെ വിളിക്കുകയാണ്. ഖദീജ, ഇതാ ഞാൻ പറഞ്ഞ ആ സംഭവം വന്നിരിക്കുകയാണ്. അല്ലാഹ് സംഭവം വന്നിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. എന്തേ പോലീസ് വന്നോ? പോലീസ് വന്നില്ലേ? എന്താ വരാത്ത ഇത്ര നേരമായിട്ട്? ഖദീജ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. എനിക്ക് തോന്നിപ്പോൾ ഈ 3 വർഷത്തെ 4 വർഷത്തെ പ്രസംഗം ഒരുമിപ്പിച്ച് എന്നെ പ്രസംഗിപ്പിക്കാൻ പോകണമെന്നാണ് തോന്നുന്നത്. ഇവിടെ സംഭവത്തിൽ തോന്നുന്നതാണ് സംഭവം. ഖദീജ ബീവി റളിയല്ലാഹു തആല നബി തങ്ങൾ എടുത്ത് മടിയിൽ വെച്ചു. അല്ല, ഖദീജ ബീവി നബിയെ എടുത്ത് മടിയിൽ വെച്ചു. ഭർത്താക്കന്മാരെ വല്ലപ്പോഴും ഭാര്യമാരെടുത്ത് മടിയിൽ വെക്കണം, അതാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴാണ് വെക്കുക? അസുഖം ജാവാറാകുമ്പോൾ എടുത്ത് വെക്കുന്ന സംഭവം, അല്ലാതെ വെക്കൂലല്ലോ. കാപ്പിയോ കൊണ്ട് തരിക, പറഞ്ഞോ കേൾക്കട്ടെ, നടക്കട്ടെ, സംഭവം നിർത്തണ്ട, തുടങ്ങിക്കോ. ഇപ്പോൾ ഉടനെ പെണ്ണ് കിട്ടിയാണെന്ന് തോന്നില്ലേ? മാഷാ അല്ലാ, നല്ല സമയം. കേട്ടോ വിഷയം വരുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത്. എന്നാ 2 ദിവസം മുമ്പ് മോനുണ്ടായി, അല്ലാഹു ബർക്കത്തട്ടെ, ആഫിളാക്കട്ടെ, ആലിമാക്കട്ടെ. അൽഹംദുലില്ലാ. മോനെ, എനിക്ക് 3 പെമ്മക്കളാണ്, 3 ബനാത്ത്. അൽഹംദുലില്ലാ, കൂടുതലും മുസ്ലിയാക്കന്മാർക്ക് പെമ്മക്കളാണ്. ഇത് പിന്നെ എങ്ങനെയാണ് ഉണ്ടായോ അല്ലാഹു അലം. എന്തായാലും ബർക്കത്താ. ഞങ്ങളൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പെമ്മക്കളെ പ്രസവിച്ച് വളർത്തി കെട്ടിച്ചിട്ട സ്വർഗ്ഗമാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത്. തെറ്റ് ചെയ്യാത്ത മുസ്ലിയാക്കന്മാർക്കായിരിക്കും ആ മക്കൾ. എന്നാൽ അൽഹംദുലില്ലാ, അല്ലാഹു തആല ഹഫദ. ഉസ്താദ് ആ മക്കളാണ്, ഒരു മോനും മോളുമാണ്. മിംഗ്ലിംഗ് ആയിട്ട് അള്ളാഹു കൊടുത്തു. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 2 പേരിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളുടെ സന്താനങ്ങളെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ അവിടെ നിൽപ്പുണ്ടോ? ഉണ്ട് ഖദീജ, ഉണ്ട് അവിടെ നിൽപ്പുണ്ട്. ഇടത് സൈഡിലേക്ക് വീണ്ടും ഖദീജ ബീവി എടുത്ത് വെച്ചു നബി തങ്ങളെ. ഉണ്ട് ഖദീജ, ഉണ്ട് ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഭാഗത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടുക്കോട്ട് ഇരുത്തിയിട്ട് തലയിൽ തുണി എടുത്ത് അങ്ങ് മാറ്റി ഖദീജ ബീവി. എന്ന് ചോദിച്ചു, ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അത് മലക്കാണ്, അത് ജിബ്രീലാണ്. അതുകൊണ്ടാണ് ഞാൻ 2 സമയത്തും തലയിൽ തട്ടമിട്ട് തുണിയമ്മ കൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയോട് നോക്കാൻ പറഞ്ഞത്.
പക്ഷേ ഞാൻ മൂന്നാമത്തെ സമയം ഞാൻ ഔറത്ത് തുറന്നിട്ടാണ് ചോദിച്ചത്. ഔറത്ത് തുറക്കുന്ന സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാവുകയില്ല, അവിടെ ശാപത്തിൻ്റെ പിശാചാണ് ഉണ്ടാവുക. മനസ്സിലായില്ലേ ഇപ്പോൾ? അതുകൊണ്ടാണ് തല മറയ്ക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. സഹോദരിമാരൊക്കെ പാങ്കുളിക്കുമ്പോൾ മാത്രം, പഞ്ചാബിയെ കാണുമ്പോൾ സിഖുകാരെ കാണുമ്പോൾ മാത്രം തലയിൽ തുണിയിട്ടാൽ പോരാ, ഏത് സമയത്തും തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കണം, ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണം. അങ്ങനെ നടന്നില്ല എങ്കിൽ ശൈത്താൻ പിശാച് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങനെയായിരുന്നു മാതൃക കാണിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു തഈദായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഭയങ്കര ജീവിതത്തിൽ സ്നേഹമായിരുന്നു അവർ തമ്മിൽ, ഭയങ്കര സ്നേഹമായിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി പറയുകയാണ്, കാന യുഹിബ്ബുഹാ ഹുബ്ബൻ കസീറാ. ആയിഷ ബീവി പറയുകയാണ്, ഖദീജ ബീവിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ഖദീജ ബീവിയെ നബി തങ്ങൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമായിരുന്നു. മാഗിറത്തു അലാ ഖദീജ വമാ റഅയ്തുഹാ. ഇങ്ങനെ എപ്പോഴും എന്നോട് ഖദീജ ബീവിയുടെ മൗലൂദ് ഓതുന്നത് കേട്ടപ്പോൾ ഒരിക്കൽ എനിക്ക് വല്ലാണ്ട് ദേഷ്യം സംഭവിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ പറഞ്ഞു, ഫഹല്ലക ഇല്ലാ അജൂസാ ഫഹൽ കാനത ഇല്ലാ അജൂസാ. നബിയേ, അതൊരു കിഴവിയല്ലേ നബിയേ. വഖദ് അഖ്ലഫല്ലാഹു ലക ഖൈറൻ മിൻഹാ. അവളേക്കാൾ എത്രയോ ചെറുപ്പക്കാരിയായവളെ അല്ലാഹു അങ്ങേക്ക് സമ്മാനിച്ചിരിക്കുമ്പോൾ ഈ ഖദീജ എന്ന് പറയുന്ന വയസ്സിയെ കുറിച്ച് എന്തിനാണ് ഇത്രത്തോളം പുകഴ്ത്തി പറയുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഖദീജ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്. കണ്ടോ കുശുമ്പ്, കണ്ടോ ഭാര്യമാരുടെ കുശുമ്പ് കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുബ്ബമാ ദബഹതി ശാത ثم يقطعها أعضاء ثم يقطعها أعضاء ثم يعطيها في صدائق خديجة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവിയെ സ്മരിച്ചുകൊണ്ട് ആടിനെ വാങ്ങി അറുത്ത് കഷണങ്ങളാക്കിയിട്ട് അള്ളാന്റെ റസൂൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. ഇത് ഞാൻ കണ്ടിട്ട് സഹിക്കവയ്യാതെ ഞാൻ എൻ്റെ ഹബീബിനോട് പറഞ്ഞു പോയി, കഅന്നഹു ലം തകുൻ ഫിദ്ദുനിയാ ഇല്ലാ ഖദീജ. നബിയെ, ഇതൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് ദുനിയാവിൽ ഖദീജയല്ലാതെ മറ്റാരുമില്ല എന്ന മട്ടാണല്ലോ തോന്നുന്നത്. ഞങ്ങളൊന്നും ഒരു പെണ്ണല്ല, നിങ്ങൾക്കൊരു ഖദീജ. ഖദീജയ്ക്ക് വേണ്ടി ആടിനെ വരെ അറുത്ത് കഷ്ണങ്ങളായി കൊടുക്കുന്നു. ഖദീജ ഇല്ലാതൊരു പെണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴാണ് പറഞ്ഞത്, ഇന്നഹാ കാനത്ത് വകാനത്ത്. അവൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അവളിൽ നിന്നാണ് എനിക്ക് അല്ലാഹു മക്കളെ നൽകിയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. എന്നാലും ആയിഷ ബീവിയോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ആയിഷ ബീവിയോട് സ്നേഹമായിരുന്നു, ആയിഷ ബീവിയോട് സന്തോഷമായിരുന്നു. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയങ്കരിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സമയത്ത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത്. അള്ളാഹിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹിൻ്റെ തീരുമാനമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഖദീജ ബീവിയുടെ ആ വിഷമം വല്ലാത്ത 25 വർഷം അവരുടെ മധുവിധു ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കരമായ സന്തോഷമായിരുന്നു. അപ്പോൾ അവരുടെ മകളാണ് ഫാത്തിമ. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹു ഭാര്യയും ഭർത്താവുമാണ്. ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും. കാന ഫീ അലിയിൻ ശിദ്ദത്തുൻ അലാ ഫാത്തിമ. അലി റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ദേഷ്യപ്പെടും ഫാത്തിമ ബീവിയോട്. ഭയങ്കര ദേഷ്യമാണ്, നമ്മളെ പോലെ ഭർത്താക്കന്മാർ ഭാര്യമാർ ദേഷ്യപ്പെടുന്ന പോലെ. ഒരിക്കലും ഫാത്തിമ ബീവി നബി തങ്ങളോട് പറയുക, അലിയാർ തങ്ങളോട് പറഞ്ഞു, വല്ലാഹി ലാ അഷ്കുവന്നക ഇലാ റസൂലില്ലാ. ഞാൻ എൻ്റെ വാപ്പയോട് നിങ്ങളെ കുറിച്ച് പരാതി പറയും. കണ്ടോ, വാപ്പയോട് പരാതി പറയുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പരിഹരിക്കേണ്ടത് എവിടെയാണ്? ചിന്തിക്കണം. അങ്ങനെയാണ് പരിഹരിക്കേണ്ടത്. അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് പറഞ്ഞതാണ്, ഭാര്യ പറഞ്ഞു തൻ്റെ ഭർത്താവിനോട്, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്, ഞാൻ എൻ്റെ ഉപ്പയോട് പോയി പറഞ്ഞു കൊടുക്കും. ഫന്തലഖത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി നബിതങ്ങളിലേക്ക് നടന്നു. ഫന്തലഖ മഅഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അലിയാര് തങ്ങളും ഫാത്തിമയുടെ പിന്നാലെ നടക്കുകയാണ്. എന്താ പറയാന്നറിയില്ലല്ലോ, എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്? ഇല്ലാത്തത് അങ്ങനെ പറഞ്ഞു കൊടുത്താലോ. എന്നിട്ട് അങ്ങനെ മാറി നിന്ന് കേട്ടു അലി റളിയല്ലാഹു അൻഹു.
ഫാത്തിമ ബീവി ഫശഖത ഗില്ല അലിയിൻ വശിദ്ദതിഹി. അലിയാർ തങ്ങളുടെ ദേഷ്യത്തെ മുഴുവനും അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ എടുത്തു പറഞ്ഞു ഫാത്തിമ ബീവി, എൻ്റെ ഇക്ക അങ്ങനെയാണ് വാപ്പിച്ച, എൻ്റെ ഇക്ക എന്നോട് ദേഷ്യപ്പെടും എപ്പോഴും, അങ്ങനെ എൻ്റെ ജോലി ചെയ്ത് കൈയെല്ലാം കണ്ടില്ലേ പൊട്ടി, അങ്ങനെ ഭയങ്കര അല്ലാഹ് ഭയങ്കര ദേഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴെന്താ ചെയ്തത്? മോളെ യാ ബുനയ്യ ഫാത്തിമ ഇസ്മഈ വസ്തമിഈ വഅഖിലി, അവിടെ ഇരിക്കണേ മോളെ, ഞാനൊന്ന് പറയുന്നത് കേൾക്കണേ മോളെ, ഒന്ന് വിലയിരുത്തണേ മോളെ. ലാ ഇംറഅത്തുൻ ബിംറഅത്തിൻ ലാ തഅതി ഹവാ സൗജിഹാ വഹുവ സാകിതുൻ. ഒരു ഭാര്യയും ഭാര്യയാവുകയില്ല തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിപൂർണമായി നിറവേറ്റി കൊടുത്തുകൊണ്ട് ആ ഭർത്താവ് അവളിൽ പൂർണ്ണ തൃപ്തനായി അടങ്ങിയിരിക്കുന്നത് വരെ, തൻ്റെ ഭർത്താവിനെ സേവിക്കുന്നത് വരെ ഒരു ഭാര്യയും ഭാര്യയാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അൽ ഹയാഉ തതകാഫഉ വതതആവനു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പരം സഹകരണമാണ്. അലിയെ, മോളെ ഫാത്തിമ, പരസ്പരം സഹകരണമാണ്. ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ രണ്ടുപേരും ഒരു ബെഡ്റൂമിൽ ഒരു മേശയിൽ ഒരു കസേരയിലിരുന്ന് ഒരു ബെഞ്ചിലിരുന്ന് ഒരു കട്ടിലിരുന്ന് പറഞ്ഞ് തീർക്കേണ്ടതാണ്, അതല്ലാതെ പുറം ലോകം അറിയാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അവരെ രണ്ടുപേരെ ഉപദേശിച്ചിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, വജഅല അലാ ഫാത്തിമത ഖിദ്മത്തൽ ബൈത്ത്. ഫാത്തിമ എന്ന പൊന്നുമോളോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഭർത്താവിൻ്റെ ജോലികൾ മുഴുവനും നീ വീട്ടിലെടുക്കണേ മോളെ. ഭർത്താവിന് പാചകം ചെയ്ത് കൊടുക്കണേ മോളെ, ഭർത്താവിൻ്റെ വസ്ത്രം കഴുകി കൊടുക്കണേ മോളെ, ഭർത്താവിൻ്റെ ഖിദ്മത്ത് മുഴുവനും നീ എടുക്കണേ മോളെ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? പറഞ്ഞു വന്ന് മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ ജോലി ചെയ്യണമെന്നർത്ഥം. അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യണ്ടെന്ന് മൊയ്ലിയാർ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസവിച്ചാൽ മാത്രം മതി എന്നിരുന്നാണെങ്കിൽ അങ്ങനെ വാശിയെടുത്താൽ വർഷത്തിൽ 2 പ്രസവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? പാത്രം കഴുകി കൊടുക്കണം, ചോറ് വെച്ച് കൊടുക്കണം, കുഴമ്പിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ വേറെ മസാജ് സെൻറ്ററിൽ പോയിക്കാം, മസാജ് ചെയ്ത് കൊടുക്കണം, നിങ്ങൾക്ക് വസ്ത്രം കഴുകി കൊടുക്കണം, ഇതൊക്കെ ചെയ്ത് കൊടുക്കണം. അലിയാർ തങ്ങളോട് പറഞ്ഞു, അലി, നീ പുറത്തോട്ട് സമ്പാദിച്ചോണം, ബോട്ടെടുത്ത് പോ, മീൻ പിടിച്ചോണ്ട് വാ, പൊട്ടി കയറ്, അല്ലെങ്കിൽ ഗൾഫിൽ പോ, തെങ്ങി കയറ്, തേങ്ങ ഇട്ടോട്, പോയിട്ട് കഷ്ടപ്പെട്, ത്യാഗം സഹിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം, അവൾ പാചകം ചെയ്തു തരും കേട്ടോ. പറഞ്ഞു കേട്ടോ? രണ്ടുപേരുടെ കൈക്ക് പിടിച്ചിട്ട് യാ അല്ലാഹ്, രണ്ടുപേരും പുറത്തോട്ട് പറഞ്ഞു, എൻ്റെ ഇക്ക, ഇനി വല്ലാഹി സത്യം, ഇനി നിങ്ങൾക്കെതിരെ ഞാൻ ഒന്നും പറയില്ല, ചെയ്യില്ല. അതേപോലെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി സത്യം, എൻ്റെ ഭാര്യ നിലയ്ക്ക് നിനക്കെതിരെ നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ഞാനും പ്രവർത്തിക്കുകയില്ല. കുടുംബജീവിതം 1-ാം എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക്.